വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇജിൻ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുമ്പോൾ അവൻ്റെ ഒരു പഴയ ഫാമിലി ഫ്രണ്ട് കമ്പനിയിൽ ആരെയോ കാണാനായി അവിടെ എത്തുന്നുണ്ട്. നാസയിൽ ജോലി ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഇജിൻ ഒരു സാധാരണ കമ്പനിയിൽ ജോലി അന്വേഷിക്കേണ്ട വിധം തകർന്നു പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അയാൾ അവനോട് സഹതാപം പ്രകടിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി ഇജിൻ പതിവില്ലാതെ മദ്യപിക്കുന്നുണ്ട്. ഒരു നോട്ട് പേഴ്സിൽ നിന്നെടുത്ത് അവനെ നോക്കുന്നുണ്ട്. ഇന്റർവ്യൂ സ്ഥലത്ത് അവൻ്റെ ആ ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് ഇന്റർവ്യൂ പാസ്സായവരുടെ പേര് അനൗൺസ് ചെയ്തത്. പാസ്സായവരുടെ കൂട്ടത്തിൽ ഇജിൻ്റെ പേര് ഇല്ല എന്നറിഞ്ഞ് അവൻ നിരാശനായി മടങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ തൻ്റെ സഹതാപം കാണിക്കാൻ അവനെ ബലമായി പിടിച്ചേൽപ്പിച്ചതാണ് ആ നോട്ട്. ഇജിൻ്റെ അഭിമാനത്തെ അത് വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ കുടിയുടെ കാരണം. താമസ സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ അവൻ അകത്തേക്ക് കയറാതെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് വാതിൽക്കൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഹീതു ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതുവഴി വന്നത്. അവൾ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇജിൻ തന്റെ എല്ലാ വിഷയവും മറന്ന് അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. ഹീതു അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പിണക്കം നടിച്ച് പാസ് ചെയ്ത് പോയപ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങിയ സ്ലിപ്പേഴ്സ് ഇട്ടിട്ടുണ്ടല്ലോ, താങ്ക്സ് എന്നവൻ പറയുന്നു. അവന്റെ സംസാരം കേട്ടപ്പോൾ വശപ്പിശക്ക് തോന്നുന്നതിനാൽ ഹീതു തിരികെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു കാര്യവുമില്ലാതെ അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ കാരണം ചോദിച്ചപ്പോൾ നീ കാരണമാണ് ഞാൻ ചിരിച്ചത് എന്നവൻ പറയുന്നു. നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഹീതു അവന്റെ അടുത്ത് നിന്ന് മണപ്പിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഇന്നത്തെ ഇന്റർവ്യൂവിലും സെലക്ഷൻ കിട്ടിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ ആ കമ്പനിക്കാണ് നഷ്ടം, അവർ തെറ്റായ തീരുമാനമാണ് എടുത്തത് എന്ന് ഹീതു പറയുന്നു. ഇത്ര ഈസിയായി നിനക്ക് എൻ്റെ സൈഡ് പറയാൻ എങ്ങനെ തോന്നുന്നു എന്നവൻ ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഇന്ന് എനിക്കും മോശം ദിവസമായിരുന്നു, ഫെൻസിങ് ചെയ്യാനുള്ള ബുദ്ധി എനിക്കില്ല, ഞാനിതുവരെ ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്ന് കോച്ച് ഇന്ന് എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷെ ഇതൊരു ട്രാജഡിയായി കാണുന്നതിന് പകരം കോമഡിയായി കാണാനാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നവൾ പറയുന്നു. നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് സഹിച്ച് അവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണെന്ന് ഇജിൻ പറഞ്ഞപ്പോൾ ഇത്ര ക്രൂരമായി പറയേണ്ടിയിരുന്നില്ല എന്ന് ഹീതു പറയുന്നുണ്ട്. ഹീതു പിന്നെയും കുറേ ലോകതത്വങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കേൾപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇജിൻ ഉറക്കം പിടിച്ചത് അവൾ കണ്ടത്. ഇവിടെ നിന്ന് ഉറങ്ങിയാൽ തണുത്ത് മരവിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ നല്ല ഉറക്കത്തിലാണ്. എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇജിനെ ആരോ പുതപ്പിച്ചിരിക്കുന്നതും ഇന്റർവ്യൂവിൽ തോറ്റുപോയി അതിന്റെ വിഷമത്തിലാണ് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതും കാണാം. ഹീതു തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹീതു അടുത്ത ദിവസം രാവിലെ ജിവൂങ്ങിന്റെ ഡിമാൻഡ് അനുസരിച്ച് യൂറിമിന്റെ ലോക്കറിൽ ഒരു ഡ്രിങ്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ലോക്കറിനുള്ളിൽ മുമ്പ് മഴയത്ത് താനവൾക്ക് പറത്തി വിട്ടുകൊടുത്ത കുട കിടക്കുന്നത് കണ്ടപ്പോൾ ഹീതുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം ഇജിന്റെ അവസ്ഥ നല്ല രസമായിരുന്നു. അവൻ വീടിനടുത്തുള്ള ആരെയൊക്കെയോ കണ്ടോ, അവരെല്ലാം ജോലി കിട്ടിയില്ലല്ലേ, കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് അവനോട് സഹതിപ്പിക്കുന്നുണ്ട്. ഹിതുവിന്റെ ബോർഡാണ് അതിന് കാരണമെന്നറിയാവുന്നതിനാൽ സഹതാപം കെട്ടും അടുത്ത് ആകെ കലിപ്പിൽ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴാണ് സെങ്വങ് അവിടെ കാത്തു നിൽക്കുന്നത് കണ്ടത്. ബോർഡ് അവളും കണ്ടു കാണുമായിരിക്കും, അതിനെക്കുറിച്ച് പറയാനായിരിക്കും എന്ന് കരുതി ഇജിൻ നിൽക്കുമ്പോഴാണ് അവൾ അവൻ്റെ ഒരു ജ്യൂസ് കൊടുത്തിട്ട് ഞാൻ ഹീതുവിന്റെ ഫ്രണ്ടാണ്, നിങ്ങൾ വളരെ ക്ലോസ് ആണെന്ന് ഞാൻ കേട്ടു, ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്റെയും ഫ്രണ്ട് അല്ലേ, നമുക്ക് കൂടുതൽ സഹകരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഹീതു കാരണം എന്റെ മൂടാകെ നശമായിരിക്കുകയാണ്, നീ ഹീതുവിന്റെ ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്, എങ്കിൽ ആ കലി നിന്നോട് തീർത്തേക്കാം എന്നവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല, 1-2 തവണ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ പ്ലേറ്റ് തിരിക്കുന്നുണ്ട്. ഹീതു ഇന്നലെ രാത്രി ട്രെയിനിങ് നടത്തി നമ്മളെ എതിർക്കാൻ ശ്രമിച്ചു, ഇനി അവൾ രാത്രിയിൽ ട്രെയിനിങ് ചെയ്താൽ മുഴുവൻ ടീമിനും കൂടി ഞാൻ പണിഷ്മെന്റ് നൽകും എന്നൊക്കെ സീനിയർ ഡേസോൾ മറ്റൊരു സീനിയറിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് യുദ്ധത്തിന് തയ്യാറായി വരുന്ന പോലെ ഹീതു അവർക്ക് മുന്നിലേക്ക് വന്നത്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഹീതു അവർക്ക് മുന്നിൽ തലകുമ്പിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാനിവിടെ പുതിയതായതുകൊണ്ട് ഇവിടുത്തെ രീതികളൊന്നും അറിയാതെ എടുത്തുചാടി പ്രവർത്തിച്ചതാണ്, എന്നോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ തനിച്ച് രാത്രി ട്രെയിനിങ് ചെയ്യില്ല, പകരം നമ്മുടെ ഫെൻസിംഗ് ടീമിന്റെ ഉയർച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് രാത്രി ട്രെയിനിങ് ചെയ്യാം എന്ന് ഹീതു വളരെ വിനയാന്യതയായി പറയുന്നു. രാത്രിയിൽ ട്രെയിനിങ് ചെയ്യാനോ, നിനക്ക് ചെയ്യണമെങ്കിൽ നീ തനിച്ച് ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല എന്ന് സീനിയർ പറഞ്ഞെങ്കിലും ഹീതു വിടാൻ ഭാവമില്ലാതെ അങ്ങനെ പറയരുത് സിസ്റ്റർ, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം, സമ്മതിക്കണം എന്ന് പറഞ്ഞ് അവളുടെ കാലിൽ പിടിക്കാൻ തുടങ്ങുന്നു. റെസോൾ ആകെ പാടുപെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുമെന്നുള്ള അവസ്ഥയിലാണ് അവളിപ്പോൾ. യൂറിൻ പോലും ഹീതുവിന്റെ ആ തന്ത്രപരമായ നീക്കം കണ്ട് അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. കോച്ച് പുറത്ത് മറിഞ്ഞു നിന്നതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരി കൺട്രോൾ ചെയ്ത് മുഖത്ത് ഗൗരവം വരുത്തി അവർ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ മത്സരം കഴിഞ്ഞാലുടൻ കുറെ മത്സരങ്ങൾ വരുന്നുണ്ട്, തയ്യാറെടുക്കാൻ കോച്ച് എല്ലാവരോടുമായി പറയുന്നു. കാലിന്റെ പരിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വിധത്തിലായതുകൊണ്ട് നാഷണൽ ട്രെയിനിങ് സെന്ററിലേക്ക് അടുത്ത ആഴ്ച തിരിച്ചു ചെല്ലാൻ അറിയിച്ചിട്ടുണ്ടെന്ന് യൂറിം കോച്ചിനെ അറിയിക്കുന്നു. ഇനി എപ്പോഴും കാണാൻ പറ്റില്ലെങ്കിലും ഹീതുവിനെയും കൊണ്ട് ക്വാളിഫിക്കേഷൻ മത്സരത്തിന് വരുമ്പോൾ കാണാം എന്ന് കോച്ച് അപ്പോൾ പറയുന്നുണ്ട്. യൂറിമിന്റെ അമ്മ ഇജിന് നൽകാൻ കുറച്ച് സൈഡ് ഡിഷ് റെഡിയാക്കുന്നുണ്ട്. അവനോട് ഇങ്ങോട്ട് വന്ന് എടുക്കാൻ പറഞ്ഞാൽ പോരെ, നല്ല വെയിറ്റ് ഉണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്തോളാം എന്ന് യൂറിം പറയുന്നു. അച്ഛൻ ഞാൻ പോകുന്നതിന് മുമ്പ് വരുമോ എന്നും അവൾ അമ്മയോട് അന്വേഷിക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ കാർഗോ ട്രക്കിലെ ഡ്രൈവറാണ്, അന്നത്തേക്ക് എത്താൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞപ്പോൾ യൂറിമിന് കുറച്ച് വിഷമമാകുന്നുണ്ട്. ഇജിന്റെ സ്ഥലത്തേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ ജീവും അകത്തിരിക്കുന്നത് കണ്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളെ കണ്ടപ്പോൾ അവൻ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാൽ അതിന്റെ ആവശ്യമില്ല, അവിടെ തന്നെ ഇരുന്നോളാൻ യൂറിം പറയുന്നുണ്ട്. പക്ഷേ യൂറിമിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മയെ കണ്ട് അവർക്ക് വേണ്ടിയാണ് ജിവോങ് സീറ്റ് ഒഴിഞ്ഞത്. യൂറിം ചെറുതായി ചമ്മുന്നുണ്ട്. ജിവോങ് നൈസായി അമ്മൂമ്മയോട് കാര്യം പറഞ്ഞ് യൂറിമിന്റെ കയ്യിലിരുന്ന പൊതി കൂടി അവരെ പിടിക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. താൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അവനും പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് അറിഞ്ഞ് നീ നിന്റെ ഡെസ്റ്റിനേഷൻ മാറ്റിയതാണോ എന്ന് യൂറിം ചോദിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലും എനിക്ക് പോകേണ്ട സ്ഥലം മാറ്റാനും മാത്രം ഇഷ്ടമില്ല എന്ന് ജിവോങ് പറഞ്ഞപ്പോൾ യൂറിം വീണ്ടും ചമ്മുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് ജിവോങ് അപ്പോൾ തന്നെ പറയുന്നു. ഹീതു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുമ്പ് ട്രാൻസ്ഫർ ആവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾക്കിടയിൽ കുട കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ശരിക്ക് തല്ലുവാങ്ങിയ ഗുണ്ടൈ സംഘവും അവളെ കാണുന്നു. ഹീതു അവരെ കണ്ട് ഓടാൻ തുടങ്ങുന്നു. പുറകെ അവന്മാരും.
കോച്ചിന്റെ സ്പെഷ്യൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി വെയിറ്റ് വെച്ച് കെട്ടിയുള്ള ഓട്ടശീലമായ ഹിതുവിന് വെയിറ്റ് ഒന്നുമില്ലാതെയുള്ള ഈ ഓട്ടം നിസ്സാരമായിരുന്നു. ജെറ്റിന്റെ സ്പീഡിൽ അവൾ ഓടുന്നത് കണ്ട് സ്പോർട്സ് സൈക്കിളിൽ റോഡിലൂടെ പോകുകയായിരുന്ന ഒരാൾ അവളോട് മത്സരിച്ചെങ്കിലും അയാൾക്ക് തോൽക്കേണ്ടി വരുന്നു. പുറകെ ഓടിയ ഗുണ്ടകൾ ക്ഷീണിച്ചതിനാൽ പോയി സ്കൂട്ടർ എടുത്തു കൊണ്ടുവരാൻ ഒരുത്തൻ മറ്റവനോട് പറയുന്നു. ഹിതു നിർത്താതെ അപ്പോഴും സ്പീഡിൽ ഓട്ടം തുടരുകയാണ്. അപ്പോഴാണ് ഇജിൻ തന്റെ സ്പോർട്സ് കാറിൽ അതുവഴി വന്നത്. അവളെ കണ്ട് അവൻ വണ്ടി സ്ലോ ചെയ്യുന്നുണ്ട്. ഈ വണ്ടി ഇതെവിടുന്നാണ് എന്ന് ഹിതു ഓടുന്നതിനിടയിലൂടെ ചോദിക്കുന്നുണ്ട്. നിന്നെ എന്തിനാണ് അവർ ഓടിക്കുന്നത്? നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ എന്നവൻ ചോദിച്ചപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്നെ കാണുമ്പോൾ എനിക്കൊരു റൈഡ് ഓഫർ ചെയ്യേണ്ടതല്ലേ എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. നിന്നെ എന്തായാലും അവർ പിടിക്കാൻ പോകുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നവൾ ചോദിക്കുന്നു. ഇതിനപ്പോൾ വണ്ടി നിർത്തി കൊടുക്കുന്നു. ഹിതു സന്തോഷത്തോടെ തിരിഞ്ഞോടി അതിൽ കയറാനായി വന്നെങ്കിലും അവൻ ഡോർ തുറക്കുന്നില്ല. ഞാൻ ഇന്റർവ്യൂവിന് തോറ്റ കാര്യം നീ എല്ലാവരെയും അറിയിച്ചില്ലേ? അതിന് സോറി പറയാമെങ്കിൽ കയറ്റാം എന്നവൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അതിന് സമയമില്ല, അവർ സ്കൂട്ടറിൽ വരുന്നത് കണ്ടില്ലേ എന്ന് ഹിതു പറയുന്നു. ഇത് പറയുന്നതിന് പകരം സോറി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ഇജിൻ പറഞ്ഞെങ്കിലും അവളത് കാര്യമാക്കാതെ വണ്ടിയിലേക്ക് ചാടിക്കയറുന്നു. ഇജിൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ തന്നെ പുറകെ വന്നവർ കണ്ണിൽ നിന്ന് മായുന്നുണ്ട്. ഹിതു ആശ്വാസത്തോടെ വണ്ടിയുടെ യാത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. ഇടയ്ക്കൊരു സിഗ്നലിൽ വണ്ടി നിർത്തിയപ്പോൾ സോറി പറയാൻ അവൻ വീണ്ടും പറഞ്ഞെങ്കിലും അവൾ കേൾക്കാത്ത മട്ടിലിരിക്കുന്നു. ബോർഡിൽ എഴുതിയിരുന്നതിലും മുമ്പ് ഫുൾ ഹൗസിന്റെ ടെസ്റ്റിൽ എഴുതിയിരുന്നതുമെല്ലാം നിറയെ അക്ഷരത്തെറ്റുണ്ടായിരുന്നു. നിനക്കിതുവരെ തെറ്റില്ലാതെ എഴുതാൻ അറിയില്ല എന്ന് ചോദിച്ച് അവൻ കളിയാക്കിയപ്പോൾ ഒന്നോ രണ്ടോ അക്ഷരം തെറ്റിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായല്ലോ, അത് മതി. മാത്രമല്ല രാത്രിയിൽ തണുപ്പത്തിരുന്ന് മരവിച്ചു പോകാതെ ഞാൻ നിനക്ക് ബ്ലാങ്കറ്റും പൊതിച്ചു തന്നില്ലേ, അതിന് താങ്ക്സ് പറഞ്ഞുകൂടെ എന്നവൾ അസ്വസ്ഥതയോടെ ചോദിക്കുന്നു. അന്ന് രാത്രി അതിന് തണുപ്പില്ലായിരുന്നല്ലോ, ചൂടല്ലായിരുന്നു എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ അവൾ മറുപടി പറയാതെ ഈ വണ്ടി ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് നിന്റെ പഴയ ഗ്ലാമറസ് ലൈഫിന്റെ ബാക്കി പത്രമാണോ എന്ന് ചോദിച്ച് വിഷയം മാറ്റുന്നുണ്ട്. നിനക്കിനിയെങ്കിലും ട്രാജഡി കോമഡി ആക്കുന്ന നിന്റെ രീതിയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് സോറി പറയുന്നു. എന്തായാലും നിന്റെ സൂത്രം വർക്കൗട്ടായി എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം രാവിലെ ഉണർന്നപ്പോൾ നിന്റെ ആ ബോർഡ് കണ്ട് എനിക്ക് ചിരിയാണ് വന്നത്. പിന്നീട് ആലോചിച്ചപ്പോൾ ഇന്റർവ്യൂവിൽ തോക്കുന്നത് അത്ര വലിയ കാര്യമല്ല എന്നും എനിക്ക് തോന്നി. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ട്രാജഡിയെ കോമഡിയാക്കാനുള്ള ഐഡിയ കിട്ടിയതെന്ന് ഇജിൻ ചോദിക്കുന്നു. എൻ്റെ എത്ര തവണ മത്സരങ്ങളിൽ തോറ്റിട്ടുള്ള മറ്റാരും ഉണ്ടാകില്ല. ഓരോ തവണ തോൽക്കുമ്പോഴും ഞാനത് ചിരിച്ചു തള്ളാറാണ് പതിവ്. തോറ്റെന്ന് കരുതി വിഷമിച്ചിരുന്നാൽ എനിക്ക് മുന്നോട്ട് പോകാനേ കഴിയുമായിരുന്നില്ല. അത് മറക്കാനുള്ള ഏറ്റവും നല്ല വഴി ചിരിയാണെന്ന് ഹിതു പറയുന്നു. അവളുടെ ആ ചെറിയ വായിൽ നിന്ന് വലിയ തത്വങ്ങളൊക്കെ വരുന്ന കേട്ട് ഇജിൻ ചെറിയ ആരാധനയോടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ റൂഫ് കംപ്ലൈന്റ് ആണല്ലോ എന്ന് ഇജിൻ അസ്വസ്ഥതയോടെ പറഞ്ഞെങ്കിലും ഇത് ചിരിച്ചുകൊണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാനുള്ള അവസരമാണ്, എനിക്ക് മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്ക് സിഗ്നൽ ഓപ്പൺ ആവുന്നതിനാൽ അവൻ വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഇത് കൂവി വെള്ളം വെച്ച് ആ യാത്ര ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. യൂറിമും ജിവും കൂടി അപ്പോൾ മഴയെ ആസ്വദിച്ച് റോഡിലൂടെ നടക്കുകയായിരുന്നു. അവർ ഇജിന്റെയും സംഗ്വങ്ങിന്റെയും വീട് അടുത്തെത്തിയപ്പോഴേക്കും മഴ തോർന്നിരുന്നു. സംഗ്വങ്ങിന്റെ വീട്ടിലേക്കാണ് യൂറിം വന്നത് എന്നറിഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് തന്നെയാണ്, അത് സംഗ്വങ്ങിന്റെ വീടാണ്, നീ ആരെ കാണാൻ പോവുകയാണെന്ന് ജിവും ചോദിക്കുന്നു. അപ്പോഴാണ് ഇജിന്റെ കാറിൽ ഹീതുവും അവനും കൂടി അവിടേക്ക് വന്നത്. അവർ മഴയിൽ നനഞ്ഞു കുളിച്ച് സ്റ്റിച്ച് കളിച്ച് വരുന്നത് കണ്ടപ്പോൾ യൂറിമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവിടേക്ക് വന്നതിന്റെ കാരണങ്ങൾ ചോദിക്കുന്നു. യൂറിം ഇജിനോട് കാറിന്റെ കാര്യവും ഹിതുവിനെ കുറിച്ചുമൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ജിവും കുറച്ച് ടെൻഷനാകുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇദ്ദേഹത്തെ നന്നായി പരിചയമുണ്ടല്ലോ, ഏതെങ്കിലും പ്രധാന വ്യക്തിയാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെങ്വങ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇതിനെ കണ്ട് അവൾ വേഗം ചെന്ന് റെസ്പെക്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്ന് അവളുടെ അമ്മയുടെ നിലവിളി കേട്ടത്. അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്ന് കരുതി എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുന്നു. കറി വെക്കാനായി കൊണ്ടുവന്ന പുഴമീനെല്ലാം കൂടി പാത്രത്തിൽ നിന്ന് താഴെ പോയി. ജീവനുള്ളത് കൊണ്ട് അമ്മ പിടിക്കാൻ പെടാപ്പാട് പെടുകയാണ്. നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കാൻ അമ്മ പറയുന്നതിനാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന ജോലി ഏറ്റെടുക്കുന്നു. മേശപ്പുറത്ത് ഒരു ജോഡി ഗ്ലൗസ് ഇടുന്നതിൽ ഹീതുവും യൂറിമും ഒരുപോലെ പിടുത്തമിടുന്നുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ഓരോന്ന് കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജിനടിയിൽ നിന്ന് മീൻ പെറുക്കുന്നതിനിടയിൽ ഹീതുവും യൂറിമും ആവേശത്തിൽ അറിയാതെ പരസ്പരം ചിരിക്കുന്നുണ്ട്. തന്നെ സഹായിച്ചതിന് പകരമായി അമ്മ അവർക്ക് ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അവർ പിടിച്ചു കൊടുത്ത മീനിൻ്റെ സൂപ്പായിരുന്നു മെയിൻ ഡിഷ്. ആരുടെയും ഇഷ്ടവും ഇഷ്ടക്കേടുമൊന്നും ചോദിക്കാതെ അമ്മ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ട് അകത്തേക്ക് പോകുന്നു. ബാക്കിയുള്ളവർക്കാർക്കും സൂപ്പ് അത്ര ഇഷ്ടമില്ലാത്തതിനാൽ പതുക്കെ കഴിച്ചു തുടങ്ങുന്നതേ ഉള്ളുവെങ്കിലും ഹീതുവിന് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. സൂപ്പെങ്കിൽ സൂപ്പ് എന്ന് പറഞ്ഞ് അവൾ കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ കഴിപ്പ് കണ്ട് നിനക്കിത് ഇഷ്ടമാണോ എന്ന് സംഗ്വങ് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാം പോകും എന്നവൾ പറയുന്നുണ്ട്. ജിവുങ്ങും സംഗ്വങ്ങും തമ്മിലുള്ള റിലേഷനെ പറ്റി യൂറും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ അമ്മമാർ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ അവളെ പരിചയമുണ്ട് എന്ന് ജിവുങ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഡേറ്റിംഗിലാണോ എന്ന് ഹീതു ചോദിക്കുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ മണ്ടത്തരം പറയരുത്, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നതിനാൽ എനിക്കിതുവരെ വേറെ പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണെന്ന് ജിവുങ് യൂറിമിനോട് പറയുന്നു. നീ എന്താ അത് അവളോടായി പറയുന്നതെന്ന് യുജിൻ ചോദിച്ചപ്പോൾ അവൾ എന്ത് കരുതും എന്നുള്ളത് എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ നീ എന്തിനാ ഇവിടെ ഞങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നതെന്ന് ജിവും കുറച്ച് അസ്വസ്ഥതയോടെ ഇജിനോട് ചോദിക്കുന്നു. അദ്ദേഹത്തോട് മര്യാദയില്ലാതെ സംസാരിക്കരുത്, ബ്രോഡ്കാസ്റ്റിംഗ് ക്ലബ്ബിൽ അദ്ദേഹത്തിന് ഒരുപാട് സീനിയോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് സെങ്വങ് ജിവുങ്ങിനെ എതിർക്കുന്നുണ്ട്. അതിനെന്താ, അവന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഫോർമാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇരിക്കട്ടെ, യൂറിമും നീയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ജിവുങ് അവനോട് ചോദിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഒരുപാട് കാലമായി അറിയാവുന്ന ഫ്രണ്ട്സാണ് എന്ന് യൂറിം ഇടയ്ക്ക് കയറി പറയുന്നു. എനിക്കെങ്ങനെയാണ് അവനെ പരിചയമെന്ന് നിനക്കറിയേണ്ടതെന്ന് ഹീതു ജിവുങ്ങിനോട് ചോദിച്ചപ്പോൾ ഓ അറിയണ്ട എന്നവൻ പറയുന്നുണ്ട്.
അപ്പോഴാണ് സെങ്വങ്ങിന്റെ അമ്മ ഒരു ക്യാമറയുമായി ഇടയ്ക്ക് വന്നിട്ട് നീ ചോദിച്ച ക്യാമറ ഇതല്ലേ എന്ന് ജിവുങ്ങിനോട് ചോദിച്ചത്. അവൻ അതേന്ന് പറഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമോ എന്നറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ അവരുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. മിഞ്ച ഹീതുവിന്റെ ആൽബത്തിൽ ആ ഫോട്ടോ കാണുന്നുണ്ട്. അവളത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അടുത്തേക്ക് വന്ന ഹീതുവിന്റെ അമ്മ ഇജിൻ ഇത്ര ചെറുപ്പമായിരിക്കുന്നുവെന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവൾക്കരികിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇജിനെ എനിക്കൊന്ന് കാണിച്ചു തരാൻ മിഞ്ച പറഞ്ഞപ്പോൾ ഫോട്ടോയിലുള്ള എല്ലാവരെയും അവർ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിനക്ക് ഇജിനെ എങ്ങനെ അറിയാമെന്ന് അവർ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് മിഞ്ച വേഗം സ്ഥലം വിടുന്നു. ഹീതുവിനെ കണ്ടപ്പോൾ അമ്മ ആ ഫോട്ടോ അവളെ കാണിച്ചിട്ട് നിന്റെ മോൾ ഇതെടുത്ത് നോക്കുന്നത് കണ്ടു, അപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. അന്ന് ഇജിനെ കണ്ടപ്പോൾ അവന് കുറച്ച് പക്വതയുള്ള കൂട്ടത്തിലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അവനും അന്ന് കുട്ടിയായിരുന്നല്ലോ എന്ന് ഓർക്കുന്നത്. അവന് വെറും 22 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ മാസം ഞാൻ അവനെ കണ്ടിരുന്നു എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഹീതുവിന്റെ മുഖം ചെറുതായി വാടുന്നുണ്ട്. യൂറിമും നിങ്ങൾക്കൊപ്പം ഉണ്ടല്ലോ, നിങ്ങൾ ആ സമയത്ത് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഈ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അവളെ വെറുത്തിരുന്നത് എന്ന് പറഞ്ഞ് ഹീതു ചിരിക്കുന്നു. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോവുകയാണ്. ജിവുവും പറഞ്ഞതനുസരിച്ച് ഹീതു ഒരു ദിവസം യൂറിമിന്റെ ഡ്രോയറിൽ ഡ്രിങ്ക്സ് വെച്ച് തിരിഞ്ഞപ്പോൾ യൂറിം തൊട്ടു പുറകിലെത്തിയിരുന്നു. ഇത്ര ദിവസവും നീ ആയിരുന്നു ഇത് വെച്ചുകൊണ്ടിരുന്നത്, നിനക്ക് എന്നോട് വെറുപ്പാണ് എന്നാണ് ഞാൻ കരുതിയത്. ഇനി മുതൽ നീ എന്നോട് ഇഷ്ടപ്പെടുന്നത് നിർത്തിക്കോ. ഇങ്ങനെ 2 മുഖമുള്ളവരെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞ് യൂറിം ആ ഡ്രിങ്ക്സ് പുറത്തെടുത്ത് അവളുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രനാളും എനിക്കിത് കുടിക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ നീ കാരണം ഞാൻ നിർത്തുകയാണെന്ന് പറയുന്നു. ജിവുവിനെ ഓർത്ത് ഹീതു സത്യം പറയാൻ പറ്റാതെ ശ്വാസം മുട്ടിരിക്കുമ്പോഴാണ് യൂറിം മുമ്പ് അവൾ നൽകിയ കുടയും കയ്യിലെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയത്. നീ എന്താണ് ആ കുട കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അത് നിനക്ക് തന്നത് ഞാനാണെന്ന് ഹീതു അസ്വസ്ഥതയോടെ പറയുന്നുണ്ട്. ജിവുങ്ങിന്റെ കോച്ചിങ് കൊണ്ട് ഹീതു ആ ഡാൻസ് വളരെ ഭംഗിയായി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ കോച്ച് എന്തുകൊണ്ടാണ് എന്നോട് ഈ ഡാൻസ് പഠിക്കാൻ പറഞ്ഞതെന്നും യൂറിമിന്റെ ഫെൻസിങ് എന്തുകൊണ്ടാണ് ഇത്ര മനോഹരമായിരിക്കുന്നതെന്നും എനിക്കിപ്പോൾ മനസ്സിലായി എന്നവൾ ജിവുങ്ങിനോട് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല, പക്ഷെ നീ എനിക്ക് പഠിപ്പിച്ചു തന്നതിന് പകരമായി മറ്റൊരു കാര്യം ഞാൻ പറയാം. യൂറിം അടുത്ത ദിവസം നാഷണൽ ട്രെയിനിങ് സെന്ററിലേക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് ഹീതു പറയുന്നു. നിലത്ത് കിടന്ന് വിശ്രമിക്കായിരുന്ന ജിവുങ് അപ്പോൾ അവൾ നീ സ്കൂളിലേക്ക് വരില്ലേ എന്ന് ചോദിച്ച് ചാടി എണീക്കുന്നു. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അവളുടെ ലോക്കറിൽ ഡ്രിങ്ക്സ് വെക്കുന്ന അവൾ കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും അവളുടെ പുറകിന് മയങ്ങി നടക്കുകയാണെന്നാണ് അവളുടെ വിചാരം. നീ എനിക്ക് വേണ്ടി അതൊന്ന് ക്ലിയർ ചെയ്തേക്കണമെന്ന് ഹീതു അവനോട് പറയുന്നു. യൂറിം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ ഓട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നുണ്ട്. അച്ഛനെ കാണാതെ ഇത്തവണ മടങ്ങേണ്ടി വരുമെന്ന് കരുതിയിരുന്നതിനാൽ പ്രതീക്ഷിക്കാതെ അച്ഛൻ മുന്നിലെത്തിയപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നു. അച്ഛനും മകൾക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അമ്മ പുറത്ത് കടയിൽ എന്തോ ആവശ്യത്തിനായി പോകുന്നുണ്ട്. യൂറിം അച്ഛനുമായി നല്ല സൗഹൃദത്തിലാണ്. അമ്മ അറിയാതെ അവൾ അച്ഛന് ബിയർ ഒഴിച്ചു കൊടുത്തിട്ട് അമ്മ വരുന്നതിന് മുമ്പ് കുടിച്ചോളാൻ പറയുന്നുണ്ട്. ഈ ഗോൾഡ് മെഡൽ എൻ്റെ ജീവിതത്തിൽ അവസാനത്തേതായിരിക്കുമോ, ഇനി ഒരിക്കലും എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടില്ല എന്നൊക്കെയുള്ള ഭയം എനിക്കുണ്ട് എന്ന് യൂറിം ഇടയ്ക്ക് അച്ഛനോട് പറഞ്ഞപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു വിഷമവുമില്ല, ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ അഭിമാനമേ ഉള്ളൂ, അത് മതി എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു തവണത്തേക്ക് 1 ഗ്ലാസ് ബിയർ എനിക്ക് തരുമോ എന്ന് യൂറിം കൊഞ്ചിയപ്പോൾ അച്ഛൻ ഒഴിച്ചു കൊടുത്തെങ്കിലും അപ്പോഴേക്കും അവിടുത്തെ അമ്മ അവളെ കുടിക്കാൻ സമ്മതിക്കാതെ വാങ്ങി കുടിക്കുന്നുണ്ട്. യൂറിം അടുത്ത ദിവസം രാവിലെ പോകാനായി പുറത്തിറങ്ങിയപ്പോൾ ജിവുങ് അവിടെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പതിവായി കൊടുക്കാറുണ്ടായിരുന്ന ഡ്രിങ്ക്സ് അവൾക്ക് നീട്ടിയിട്ട് ഹീതു ഇത് നിന്റെ ലോക്കറിൽ വെച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നറിയിക്കുന്നു. അയ്യോ നീയായിരുന്നോ, ഞാൻ എന്തൊക്കെയാണ് അവളോട് പറഞ്ഞത്, ആകെ നാണക്കേടായല്ലോ എന്ന് ഹീതു ചമ്മലോട് പറഞ്ഞപ്പോൾ അത് സാരമില്ല എന്നവൻ പറയുന്നുണ്ട്. ഇനി എന്നും നിന്നെ കാണാൻ പറ്റില്ല എന്നോർത്ത് നിന്നെ കാണാൻ വേണ്ടി ഞാൻ 1 മണിക്കൂറായി ഇവിടെ കാത്തു നിൽക്കുകയാണ്, എനിക്കിത് എന്താണ് പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജിവുങ് പറഞ്ഞപ്പോൾ അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലേക്ക് വരും, അപ്പോൾ കാണാമെന്ന് യൂറിം പറയുന്നു. ട്രെയിനിങ് സെന്ററിൽ നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ധാരാളം സുന്ദരന്മാർ കാണുമായിരിക്കും അല്ലേ, പലരും നിന്റെ ഫാൻസുമായിരിക്കുമല്ലോ എന്ന് ജിവുങ് പറഞ്ഞപ്പോൾ നിനക്കും ഫാൻസിന് കുറവൊന്നുമില്ലല്ലോ, നീ ക്ലാസ്സിലെ പ്രിറ്റി ബോയ് അല്ലേ, പലരും ഡേറ്റ് ചെയ്യാൻ പുറകെ നടക്കുന്നുമുണ്ട് എന്ന് യൂറിൻ ചോദിക്കുന്നു. ഞാൻ ഫാൻസിനെ ഡേറ്റ് ചെയ്യാറില്ല, നീയോ എന്ന് ജിവുങ് ചോദിക്കുന്നു. ഞാനുമില്ല എന്ന് യൂറിൻ പറഞ്ഞപ്പോൾ ലേറ്റാകും പോയിക്കോളാൻ പറഞ്ഞ് ജിവുങ് അവളെ യാത്രയാക്കുന്നു. അവൾ മുന്നോട്ട് നടന്നപ്പോൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ നിന്റെ ഫാൻസിലെ ഒരാളല്ല എന്ന് പറഞ്ഞവൻ പോകുന്നു. യൂറിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡാൻസ് കളിക്കാൻ നന്നായി പഠിച്ച ശേഷം ഹീതു കോച്ചിൻ്റെ അടുത്തെത്തി കളിച്ച് കാണിക്കാൻ റെഡിയാകുന്നു. പക്ഷേ കളിക്കേണ്ട ആവശ്യമില്ല, നീ അതിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് പറയാനാണ് കോച്ച് ആവശ്യപ്പെട്ടത്. കളിക്കേണ്ടതെന്ന് കോച്ച് പറഞ്ഞപ്പോൾ തൻ്റെ കഷ്ടപ്പാടിന് പ്രയോജനമില്ലാതെ പോയല്ലോ എന്നോർത്ത് നിരാശ തോന്നിയെങ്കിലും കോച്ച് അത് പഠിക്കാൻ പറഞ്ഞതിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി എന്നവൾ പറയുന്നു. യൂറിമിന്റെ ഫെൻസിങ് അത്ര മനോഹരമാക്കാൻ കാരണം അവൾക്കൊരു താളമുണ്ട്, പക്ഷേ എൻ്റെ ഫെൻസിങ്ങിന് അതില്ല എന്ന് ഹീതു പറയുന്നു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് കോച്ച് സമ്മതിക്കുന്നുണ്ട്. ഒരു ഡാൻസ് പഠിച്ചത് കൊണ്ട് നിനക്ക് താളബോധമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, എന്നാലും നിന്നോട് ഞാനങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ശരിക്കുമുള്ള ഫെൻസിങ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ മാറ്റങ്ങൾ വരുത്താൻ അത് സാധിക്കും. ഇതായിരുന്നു ക്വാളിഫിക്കേഷൻ ടെസ്റ്റിന് മുമ്പ് നിനക്ക് തരാനുണ്ടായിരുന്ന അവസാന ട്രെയിനിങ്. പ്രാക്ടീസിന് റെഡിയായി നിൽക്കാൻ പറഞ്ഞ് കോച്ച് അവളെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. കോച്ച് തന്നെ ഫെൻസിങ്ങിൻ്റെ ഡ്രസ്സും ധരിച്ച് വന്നത് കണ്ട് ഹീതു നമ്പരക്കുന്നു. ഇന്നത്തെ നിന്റെ എതിരാളി ഞാനാണ്. സാധാരണ കോച്ചുമാർ ഇങ്ങനെ ചെയ്യാറില്ല, കാരണം ജയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല, പക്ഷേ തോറ്റാൽ ഒരുപാട് നഷ്ടപ്പെടാനുമുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് കോച്ച് മത്സരത്തിന് തയ്യാറെടുക്കുന്നു. കോച്ചാണ് എതിരാളി എന്നറിഞ്ഞപ്പോൾ ഹീതുവിന് ചെറുതായി പേടി തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും അവൾ മത്സരിക്കാൻ തുടങ്ങുന്നു. IMF ക്രൈസിസ് കാരണം 4.5 ലക്ഷത്തോളം കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനം പതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതുതായി റിപ്പോർട്ടർ ജോലിക്ക് ഇന്റർവ്യൂ നടത്തപ്പോൾ ക്വാളിഫിക്കേഷനായി ഡിഗ്രി പാസ്സാക്കണം എന്ന് വെക്കേണ്ട ആവശ്യമില്ല, പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് കൂടി അവസരം നൽകണം എന്ന് പറഞ്ഞ് ഹീതുവിൻ്റെ അമ്മ മീറ്റിംഗിൽ ചെയർമാനുമായി ഉടക്കുന്നുണ്ട്. ചെയർമാൻ എതിർപ്പ് പറഞ്ഞെങ്കിലും അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അവിടെ കൂടിയിരുന്നവർക്കെല്ലാം തോന്നിയിരുന്നു.
ഇജിൻ യൂറിമിന്റെ ഷോപ്പിൽ അവൾ സൈഡ് ഡിഷ് കൊണ്ടുവന്ന പാത്രം തിരികെ എടുക്കാനായി വരുന്നുണ്ട്. കോച്ചുമായുള്ള മത്സരത്തിൽ ഹീതു തോൽക്കുന്നുണ്ട്. ഞാനാണ് എതിരാളി എന്ന പേടി നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നീ തോറ്റുപോയത്. എന്നേക്കാൾ നല്ലൊരു ഫെൻസർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ നിനക്കെതിരെ മത്സരിക്കാൻ വരെ ഒരു സാധ്യവുമില്ല. അതുകൊണ്ട് ജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെ മത്സരിക്കണം. നിനക്കുള്ളിൽ പേടി തോന്നിയാലും പുറമേ അത് കാണിക്കരുത്. നിന്റെ ട്രെയിനിങ് പൂർത്തിയായിരിക്കുകയാണ്. ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് കോച്ച് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. കോച്ചോട് മത്സരിക്കാൻ കഴിഞ്ഞത് ഒരു അംഗീകാരമായാണ് കാണുന്നത് എന്ന് ഹീതു അപ്പോൾ സന്തോഷത്തോടെ പറയുന്നു. യൂറിമിന്റെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി സ്കൂളിനടുത്തേക്ക് വന്ന ഇജിൻ ട്രെയിനിങ് റൂമിൽ ലൈറ്റ് കിടക്കുന്ന കണ്ട് ഹീതുവായിരിക്കുമെന്ന് കരുതി അവൾക്കൊരു ഡ്രിങ്ക്സും വാങ്ങി അവിടേക്ക് ചെല്ലുന്നു. ജനലിന്റെ അരികിൽ കൂടിയാണ് അവൻ നോക്കിയത്. ഹീതു പ്രാക്ടീസിനിടയിൽ തളർന്ന് വിശ്രമിക്കാനായി ജനാലയ്ക്കിപ്പുറം ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് അവിടെ നിൽക്കുന്ന അറിയാതെ കാറ്റ് കിട്ടാനായി അവൾ ജനാല തുറന്നിരുന്നുണ്ട്. അവൾ ആൾറെഡി ഒരു ഡ്രിങ്ക്സ് പകുതി കുടിച്ച് അത് ജനാലയിലേക്ക് വെക്കുകയും ചെയ്യുന്നു. ഇജിൻ ശബ്ദമുണ്ടാക്കാതെ അതെടുത്ത് മാറ്റിയിട്ട് താൻ കൊണ്ടുവന്ന ഡ്രിങ്ക്സിൽ സ്ട്രോ ഇട്ട് അവിടെ വെക്കുന്നു. തിരിഞ്ഞു നോക്കാതെ തപ്പി തടഞ്ഞത് കുടിക്കാനായി എടുത്ത ഹീതു കുറച്ചു മുമ്പില്ലാതിരുന്ന സ്ട്രോ കണ്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞ് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും ഇജിൻ അവളെ വിളിക്കുന്നു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ, നീ എന്താ ഇവിടെ എന്നവൾ ചോദിക്കുന്നു. എനിക്കിവിടെ അടുത്ത് വരെ ഒന്ന് വരണമായിരുന്നു. ഇവിടെ ലൈറ്റ് കിടക്കുന്ന കണ്ടപ്പോൾ നീ ആയിരിക്കുമെന്ന് കരുതി ഞാൻ ഇത് വാങ്ങി വന്നതാണ് എന്നവൻ പറയുന്നു. ഇവിടെ നിന്ന് വർത്തമാനം പറയാതെ അകത്തേക്ക് വരാൻ പറഞ്ഞ് അവൾ അവനെ അകത്തേക്ക് വിളിപ്പിക്കുന്നു. ആദ്യമായിട്ടാണ് നിന്നെ ഈ ഡ്രസ്സിൽ കാണുന്നത്, അല്ലാതെ കാണുന്നതിനേക്കാൾ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഇജിൻ പറയുന്നുണ്ട്. കൗതുകത്തോടെ അവളുടെ ഡ്രസ്സിലും വാളിലും ഒക്കെ അവനും നോക്കുന്നുണ്ട്. വാളിൽ ഇത്ര വെയിറ്റ് ഉണ്ട് എന്ന് ചോദിച്ച് അവനത് കയ്യിൽ വാങ്ങി പിടിച്ചു നോക്കുന്നു. അവിടെ സൈഡിൽ തൂക്കിട്ടിരിക്കുന്ന വാളുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണത്തിൽ പിടിയുടെ ഉള്ളിൽ മാത്രം ചുവപ്പ് നിറം അടിച്ചിരിക്കുന്ന കണ്ട് അതെന്താണ് അങ്ങനെയെന്ന് അവൻ ചോദിക്കുന്നു. അത് യൂറിമിൻ്റെതാണ്. അവൾ ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും നാഷണൽ ടീമിൽ അംഗമാണെന്നും ആണ് അതിന്റെ അർത്ഥം. ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നീലയോ ചുവപ്പോ കളർ അടിക്കണം. അല്ലെങ്കിൽ മത്സര സമയത്ത് എതിരാളിയുടെ വാളുമായി കൂട്ടിമുട്ടുമ്പോൾ ഈ ഭാഗത്ത് ലൈറ്റ് തെളിയും. അത് മത്സരത്തിൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഹീതു വിശദമായി അവന് പറഞ്ഞു കൊടുക്കുന്നു. നിനക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ ഏത് കളറായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ നീലയായിരിക്കും എന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെയും ഡ്രസ്സിനെയും മാസ്കിനെയും പറ്റി അവൻ ഓരോന്ന് ചോദിച്ചപ്പോൾ നിനക്ക് കുറെ സംശയങ്ങളുണ്ടല്ലോ, നിനക്കിത് ഇട്ട് നോക്കണോ? 2 വർഷം മുമ്പ് വരെ ഇവിടെ ബോയ്സിന്റെ ടീം ഉണ്ടായിരുന്നു. അവരുടെ യൂണിഫോം വല്ലതും ഇവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീതു എഴുന്നേറ്റ് പോകുന്നു. ഒരെണ്ണം തപ്പിയെടുത്ത് അവൾ ഇജിനെ കൊണ്ട് ധരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് എന്ന് ചോദിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ശരിയല്ലാതിരുന്ന ഭാഗമെല്ലാം അവൾ കറക്റ്റ് ചെയ്ത് അവനും ഗ്ലൗസും മറ്റു പിടിച്ച് റെഡിയാക്കി വാളും കയ്യിൽ പിടിപ്പിക്കുന്നു. ഇങ്ങനെ ഡ്രസ് ചെയ്ത സ്ഥിതിക്ക് നമുക്കൊന്ന് മത്സരിച്ചേക്കാമെന്ന് പറഞ്ഞ് ഹീതു വാൾ എടുക്കാൻ പോയപ്പോൾ നിനക്കെന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, സ്പോർട്സിനെ കൂട്ടുപിടിക്കണമെന്ന് ഇജിൻ വിളിച്ചു ചോദിക്കുന്നു. പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് ആക്രമിക്കില്ല, എതിർത്ത് നിൽക്കാൻ ശ്രമിക്കുകയുള്ളൂ. ആദ്യം 3 മിനിറ്റുള്ളിൽ നിനക്കെന്നെ അടിക്കാൻ സാധിച്ചാൽ നീ ജയിച്ചു എന്ന് ഹീതു പറയുന്നു. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളിൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കും എന്ന് ഉറപ്പ് തരാമെങ്കിൽ റെഡിയാണെന്ന് ഇജിൻ അറിയിക്കുന്നു. അങ്ങനെ അവർ മത്സരം തുടങ്ങുന്നു. ഹീതു സ്റ്റോപ്പ് വാച്ച് 3 മിനിറ്റ് സെറ്റ് ചെയ്ത് ഓണാക്കിയിരുന്നു. സമയം കഴിയാൻ 30 സെക്കൻഡ് കൂടിയേ ഉള്ളൂ എന്ന് ഹീതു ഓർമ്മിപ്പിച്ചപ്പോൾ ഇജിൻ മത്സരം നിർത്തിയിട്ട് ഫുൾ ഹൗസിൻ്റെ 13ാമത്തെ വോളിയം ഇന്നിറങ്ങി എന്ന് പറയുന്നു. ഫുൾ ഹൗസ് എന്ന് കേട്ടതും ഹീതുവിൻ്റെ ശ്രദ്ധ തെറ്റുന്നുണ്ട്. ആ തക്കത്തിന് അവൻ അവളുടെ തലയിൽ അടിക്കുന്നുണ്ട്. ഞാൻ ജയിച്ചതെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടിയപ്പോഴാണ് ഹീതുവിന് അബദ്ധം മനസ്സിലായത്. ഫുൾ ഹൗസിന് പോലും നിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ ഏകാഗ്രതയുടെ ലെവൽ തീരെ പോരെന്ന് തോന്നില്ല എന്ന് ഇജിൻ ചോദിച്ചപ്പോൾ ഫുൾ ഹൗസിനെ അതിൽ പെടുത്തണ്ട, മാത്രമല്ല ഇത് റൂൾസിനെതിരാണ്, മാച്ചിനിടയിൽ സംസാരിക്കാൻ പാടില്ല എന്നവൾ പറയുന്നു. പിന്നെ എന്തിനാണ് നീ തിരിച്ച് സംസാരിച്ചത് എന്ന് അവൻ ചോദിച്ചപ്പോൾ ഹീതുവിന് ഉത്തരം മുട്ടുന്നു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞവൾ ബഹളം വയ്ക്കുന്നുണ്ട്. നാളെ രാവിലെ 7 മണിക്ക് നമ്മൾ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് കാണാൻ പോകുന്നുണ്ട്. എല്ലാവരോടും റെഡിയാവാൻ പറയണമെന്ന് യൂറിമിന്റെ കോച്ച് അവളോട് പറയുന്നു. ആരായിരിക്കും ജയിക്കാൻ സാധ്യത എന്ന് കോച്ച് ചോദിച്ചപ്പോൾ 9ാം സ്ഥാനക്കാരി ആവാനാണ് സാധ്യത എന്ന് യൂറിം പറയുന്നു. ഹീതു ജയിച്ചാലോ? അവൾ നിന്റെ അതേ സ്കൂളിൽ നിന്ന് തന്നെ അല്ലെന്ന് കോച്ച് ചോദിച്ചപ്പോൾ അതിന് സാധ്യതയില്ല, 2 പേർ ഗെയിമിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് മാത്രമാണ് അവൾക്ക് കളിക്കാൻ ചാൻസ് കിട്ടിയത് എന്ന് യൂറിം പറയുന്നു. ഒരു അത്ലറ്റിന്റെ കഴിവിനെ അങ്ങനെ ചെറുതായി കാണണ്ട, ഏത് നിമിഷവും അതൊരു പൊട്ടിത്തെറി പോലെ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്ന് കോച്ച് പറയുന്നു. ഹീതുവും ഇജിനോട് അതിനെപ്പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 26ാം റാങ്കാരിയെ എനിക്ക് ഒന്നാമതെത്തുന്ന സ്വപ്നം കാണാനേ പറ്റൂ, പക്ഷേ എൻ്റെ സ്വപ്നം സത്യമായില്ല എന്ന് കരുതി ഞാൻ നിരാശയാകാൻ പോകുന്നില്ല എന്നവൾ പറയുന്നു. നിന്റെ ഈ ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിനക്ക് തോൽവിയെ ഭയമില്ല, എല്ലാവരും നിന്നെപ്പോലെ പോസിറ്റീവ് ചിന്താഗതിക്കാരായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് ഞാൻ മെൻ്റലി വീക്കാകുമ്പോൾ നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നത് എന്ന് ഇജിൻ പറയുന്നു. ആ സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. 11 മണിയായെന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് കറണ്ട് പോകാറുള്ളത് എന്ന് ഹീതു പറയുന്നു. ഇജിൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്ന് അവളുടെ വാൾ പിടിച്ച് ശരീരത്തിൽ മുട്ടിച്ച് ലൈറ്റ് തെളിയിച്ചിട്ട് തോൽവിയുടെ കാര്യത്തിൽ ഫെൻസിങ്ങിൽ നിനക്ക് മറ്റാരേക്കാളും എക്സ്പീരിയൻസ് ഉണ്ട്. ആ തോൽവികൾ നിന്നെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ചവിട്ടുപിടികളാണ് എന്ന് കരുതിയാൽ മതി എന്ന് ഇജിൻ പറയുന്നു. എൻ്റെ അമ്മ പോലും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല, പിന്നെ നീ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഹീതു ചോദിച്ചപ്പോൾ നീയാണ് എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയത്, നിനക്ക് അതിൽ കൂടുതൽ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇജിൻ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.